ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പറഞ്ഞതുപോലെ സ്കെഡ്യൂൾ സ്റ്റാർട്ട് ആകുമ്പോൾ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ എല്ലാം സംസാരിക്കും. കുറേ കാര്യങ്ങൾ ഫാമിലി വിഷയമായിരിക്കട്ടും ഏതായാലും ഞങ്ങൾ സംസാരിക്കും, ചിരിക്കും, കളിക്കും, എല്ലാം ചെയ്യും. സ്കെഡ്യൂൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു കോൺടാക്റ്റും ഇല്ല. ഉണ്ടാവില്ല. അങ്ങനെയാണോ ഐശ്വര്യ? അതായത് ചില ആളുകൾ കാണും എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നില്ല, ബട്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോൾ എവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തോ അവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ്. നമ്മളിപ്പോ മൗനരാഗം നോക്കിയാലും ആദ്യം മുതലേ തന്നെ ഏകദേശം ഒരേ കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ലൈക്ക് ആ രീതിയിൽ ഇങ്ങനെ ഡെയിലി വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ബോർ അടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും എനിക്കൊന്ന് ചേഞ്ച് വേണം, ഈ പറയുന്ന ധാവണിയൊക്കെ ഒന്ന് മാറ്റണം വന്നിട്ടുണ്ട്. അങ്ങനെ പാവാട ചട്ട ഇടുമ്പോൾ ധാവണി ഇട്ടാൽ കൊള്ളാൻ തോന്നി. പിന്നെ ധാവണിയൊക്കെ ഇട്ടോണ്ടിരിക്കുമ്പോൾ സാരി ഉടുത്തിയാൽ കൊള്ളാൻ തോന്നി. പിന്നെ ടോപ്സ്, ചുടിദാർ, അങ്ങനെ. പക്ഷെ ഞാൻ എല്ലാം ഉടുത്തിട്ടുണ്ട്, എല്ലാ ഡ്രസ്സും ഉടുത്തിട്ടുണ്ട് മൗനരാഗത്തില്. അതിൽ തന്നെ കുറെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. അതെ, നമ്മുടെ സേതുലക്ഷ്മി അമ്മയുണ്ട്, ബാലാജി ചേട്ടനുണ്ട്, ഒത്തിരി പേരുണ്ട്. ഈ ഓൾറെഡി ഐശ്വര്യ ഒരു ന്യൂ കമ്മർ ആയിരുന്നു മലയാളത്തിലോട്ട്. ഇവരൊക്കെ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തത്? പേടിയുണ്ടായിരുന്നു ഇവരുടെ അടുത്തൊക്കെ ആദ്യം മിങ്കിൾ ചെയ്യാനായിട്ട്? പേടി അങ്ങനെ ഇല്ല. എനിക്ക് പറയാമോ എന്നോന്ന് അറിയില്ല. ആദ്യം വന്നപ്പോൾ ഞാൻ ആരടുത്തും മിണ്ടൂല്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇൻട്രോവേർട്ടാണ്. ഞാൻ വരും, എൻ്റെ കാര്യം നോക്കും, അതൊക്കെ ഞാൻ വീണ്ടും എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. അത്ര അങ്ങനെ ഉണ്ടായിരുന്നു.